ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ചെറുപ്പം മുതലേ അറബി പെണ്ണുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. വേറെ ഒന്നുമല്ലായിരുന്നു കാരണം അവരുടെ ഹൈറ്റ്, വെളുത്തു തുടുത്ത നിറം, കറുത്ത മുടി, സുറുമയിട്ട കണ്ണുകൾ, അതിലെല്ലാം ഉപരി അവരുടെ വിരിഞ്ഞ ഫ്രണ്ടുകൾ. ഒരു രക്ഷയുമില്ല. ഗൾഫിനോട് പ്രണയം തോന്നിയത് ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. ഞാൻ ജാസിം. എനിക്കിപ്പോൾ 28 വയസ്സായി. BBAയും MBAയും എല്ലാം ചെയ്തു. പക്ഷേ ജോലിയൊന്നും ഇതുവരെ ആയിട്ടില്ല. എനിക്ക് 3 ഇക്കമാരാണ്. 3 പേരും എൻ്റെ മൂത്തതാണ്. 3 പേരും ഗൾഫിൽ മോശമല്ലാത്ത നിലയിലായിരുന്നു. അതിൽ രണ്ടാമത്തെ ആൾ ഹഫ്സൽ ഇക്ക കുവൈത്ത് മിനിസ്ട്രിയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ടോപ്പ്. ബാക്കിയുള്ള 2 പേര് ജമാലിക്ക, റഫീക്ക. ഇവരെ 2 പേരെയും അവിടെ കൊണ്ടുപോയി നല്ല ജോലിയിലാക്കി കൊടുത്തതും അഫ്സലിക്ക ആയിരുന്നു. എനിക്കും ഇക്ക അവിടെ നല്ല ജോലി നോക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ വേറെ ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം എന്നെ ഇവിടെ നിർത്തിയതായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. ജമാലിക്കയും റഫീഖയും ഇവിടെ കല്യാണം കഴിച്ചിരുന്നു. അവരുടെ ഭാര്യമാരായ സെമീറിത്തയും ജസ്ന, എൻ്റെ ഉമ്മയും എന്നെ +2 പഠിക്കുന്ന അനിയത്തി ജാസ്മിനൊപ്പം ഞാനുമായിരുന്നു ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. ഹഫ്സലിക്ക ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല. ബട്ട് പുള്ളി കുവൈത്തിൽ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇക്കാൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ലബനീസ് പെണ്ണിനെ. അവർ തമ്മിൽ പ്രേമമായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചു. അവരുടെ പേര് അസ്മ ഫാത്തിമ. ഞാൻ അവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് വീഡിയോ കോളും ചെയ്യും. അവരെ കണ്ടാൽ ഇക്കാൻ്റെ ഭാര്യയാണെന്ന് മറന്നു പോകും. അത്രയ്ക്ക് സുന്ദരിയും വല്ലാത്ത ആകർഷണമുള്ള പെണ്ണുമായിരുന്നു അവർ. ലബനീസ് പെണ്ണുങ്ങൾ കിടുവാണെന്ന് ഫ്രണ്ട്സ് പറഞ്ഞറിയുമെങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർക്ക് 34 വയസ്സായിരുന്നു പ്രായം. കല്യാണം കഴിഞ്ഞ് അവർ ജോലി റിസൈൻ ചെയ്തു ഇക്കയുടെ കൂടെ ആയിരുന്നു താമസം. അതുകൊണ്ട് തന്നെ അവർക്ക് 2 വർഷം കൊണ്ട് നന്നായി മലയാളം സംസാരിക്കാൻ പഠിച്ചിരുന്നു. ഞാൻ അവരെ അസ്മത്ത ആയിരുന്നു വിളിക്കാറുള്ളത്. അവർക്കും അതായിരുന്നു ഇഷ്ടം. അവർ എല്ലാ ദിവസവും ഞങ്ങളെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. എൻ്റെ മറ്റ് 2 ഇക്കമാരുടെ ഭാര്യമാർക്കും അസ്മത്തയെ വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. കാരണം വെറും അസൂയ. അവരേക്കാൾ സുന്ദരിയും. അതിനർത്ഥം മറ്റ് 2 പേരും സുന്ദരിമാരല്ല എന്നല്ല കേട്ടോ. കിടിലൻ ഐറ്റംസാണ് രണ്ടും. ബട്ട് ഹസ്മ ലബനീസ് സ്റ്റൈലാണെന്ന് മാത്രം. പിന്നെ അവരേക്കാൾ കാശും അസ്മയ്ക്കുണ്ടായിരുന്നു. ബട്ട് അസ്മത്ത ഒരു പാവമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സും മറ്റ് സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് കാർഗോ അയക്കുമായിരുന്നു. പിന്നെ വിശേഷ ദിവസങ്ങളിൽ എല്ലാവർക്കും പ്രത്യേകം കാശും അയക്കുമായിരുന്നു. എനിക്ക് ആദ്യമായി ഐഫോൺ അയച്ചു തന്നതും അസ്മത്തയായിരുന്നു. എനിക്കിടയ്ക്ക് നല്ല പോക്കറ്റ് മണിയും അയച്ചു തരാറുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് കടക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ സ്ഥിരം ഇത്താനെ സോപ്പിടും. ഇത്ത റെഡിയാക്കി തരാമെന്നും എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇക്കാക്ക് ഫിക്സഡ് ഡ്യൂട്ടി ടൈം ഇല്ലായിരുന്നു. ഷെയ്ഖിൻ്റെ കൂടെ 24 അവറും കറക്കമായിരുന്നത് കൊണ്ട് രാത്രി സമയത്തൊക്കെ അസ്മത്ത് ബോറടിക്കുമ്പോൾ എന്നെ വിളിക്കും. അങ്ങനെ കുറേ നേരം വീഡിയോ കോൾ ചെയ്തിരിക്കും. രാത്രി അസ്മത്ത് നല്ല ടൈറ്റ് സ്ലീവ്ലെസ് ഗൗൺ ഇടുന്നത് കൊണ്ട് ഇത്താൻ്റെ മുഴുവൻ ഷേപ്പും എനിക്ക് നന്നായി കാണാമായിരുന്നു. പ്രത്യേകിച്ച് ആ ലബനീസ് തണ്ണിമത്തൻ. പിന്നെ അതിൻ്റെ പേരിൽ വലിയ ചാലുകൾ. പിന്നെ കിടക്കുമ്പോൾ ആ ലബനീസ് ഹെവി ഐറ്റം ബാക്കും. ഇത്താക്ക് എൻ്റെ മുന്നിൽ നാണമൊന്നുമില്ലായിരുന്നു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ കാണിക്കുമായിരുന്നു. ഒന്നുകിൽ ഭർത്താവിൻ്റെ അനിയൻ എന്ന വാത്സല്യവും ഫ്രീഡവും, ഇല്ലെങ്കിൽ ഇത്താൻ്റെ കൾച്ചർ, ഇനി അതുമല്ലെങ്കിൽ ഇതിൽ ഏതാണെന്നറിയാതെ ഞാൻ എപ്പോഴും കുഴങ്ങുമായിരുന്നു. ബട്ട് ഞാൻ ഇത്താനോട് മോശമായി ഇതുവരെ ഒന്നും പെരുമാറിയിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇത്താനെ. ഇത്താൻ്റെ മനസ്സിൽ ഒരു മൈനസ് മാർക്ക് എന്നെക്കുറിച്ച് വീഴരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ രാത്രി വീഡിയോ കോൾ ചെയ്യുമ്പോൾ അസ്മത്ത എന്നോട് ചോദിച്ചു, ജാസിം, ഈ പണ്ണാൻ തരുമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇത്ത ഫോണിൽ എനിക്ക് കാണിച്ചു തന്ന വാട്സപ്പ് മെസ്സേജ് കണ്ട് ഞെട്ടി. ഇത്ത, ഇത് ആരയച്ചതാണ്? ഹഫ്സലിക്കയുടെ ഫ്രണ്ട്. എന്താണ് ജാസിം ഇതിൻ്റെ അർത്ഥം? ഇത്ത, ഇത് ഇക്കാരെ കാണിച്ചോ? ഇല്ല. എന്തു പറ്റി? കാണിക്കേണ്ട, അല്പം തോന്നിവാസമാണ്. ആണോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ അല്പം ചമ്മലോടെ ഇത്താനെ നോക്കി. അത് പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത്താനോട് പറയുക? എനിക്ക് മടിയാണ്. ഹേ ജാസി, കമോൺ,
നീ എൻ്റെ അടുത്ത് നാണിക്കേണ്ട. ഇത് വൃത്തികേടാണെങ്കിൽ എനിക്ക് അയാളോട് ചോദിക്കണം. ഞാൻ പറയാം, ബട്ട് ഇക്കാനോട് ഒരിക്കലും പറയരുത്. നോ ജാസിം, നീ ധൈര്യമായി പറഞ്ഞോളൂ. അല്പം ചമ്മലോടെ അസ്മത്താൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് കേട്ട് ഇത്താൻ്റെ മുഖം വിളറി. അയാളെ ഞാൻ കൊല്ലും. ഇത്ത വേണ്ട, വെട്ടേക്ക്. ഇക്കറിഞ്ഞാൽ വെറുതെ പ്രോബ്ലം ആവും. ദേഷ്യം കൊണ്ട് തുള്ളുന്ന അസ്മിതയുടെ ഫ്രണ്ട് എനിക്ക് നന്നായി കാണാമായിരുന്നു. വെറുതെ വിടണമെന്നോ ജാസിം? അയാൾ എന്നോട് എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുക? ഞാൻ അയാളുടെ ഫ്രണ്ടിൻ്റെ വൈഫല്ലേ? ശരിയാണ്, ബട്ട് ഇക്ക അറിഞ്ഞാൽ കുഴപ്പമാവേണ്ട അസ്മിത. അസ്മ ഒന്ന് കൂളായി. അവൾ ദീർഘശ്വാസം വലിച്ചു. അവളുടെ ലബനീസ് ഫ്രണ്ടുകൾ അവളുടെ ബാക്കും എല്ലാം എനിക്ക് നന്നായി കാണാമായിരുന്നു. ഭാഗ്യം നിന്നോട് ചോദിക്കാൻ തോന്നിയത് ഇക്കാനോടായിരുന്നെങ്കിൽ പ്രോബ്ലം ആയേനെ. അതെ, ഏതായാലും അയാളെ ഇനി അധികം അടുപ്പിക്കേണ്ട. ഇനി ഈ പരിസരത്ത് അയാളെ കയറ്റില്ല ഞാൻ. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ ജാസിം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്ത കൂൾ. ഇതൊക്കെ അതിൻ്റെ സെൻസിൽ ഇട്ടേക്ക്. ഇത്ത ഭയങ്കര സുന്ദരിയാണ്. പിന്നെ ഇത്താൻ്റെ ഈ മോഡേൺ ഡ്രസ്സിങ് രീതിയും എല്ലാം കണ്ടപ്പോൾ അയാൾ വിചാരിച്ച് കാണും ഒന്ന് മുട്ടി നോക്കിയാലോ എന്ന്. ജാസിം, ഞാൻ അത്ര വലിയ പുണ്യ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. എന്തിനേറെ പറയണം, നിൻ്റെ ഇക്കാൻ്റെ ബോസ് അറബിയുമായി വരെ എനിക്ക് അഫയർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അവിടെ ആയിരുന്നു എൻ്റെ ജോലി. ഇത്ര നന്നായി ഓപ്പണായി സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മൂടായി. ശരിക്കും? അതെ ജാസിം, ബട്ട് നീ എനിക്ക് പ്രോമിസ് ചെയ്യ് വേറെ ആരോടും ഇതൊന്നും പറയില്ല എന്ന്. എന്താ ഇത്ത ഇത്രയും എന്നെ വിശ്വാസമുള്ളൂ? ഞാൻ ഇത്താൻ്റെ ഒരു രഹസ്യവും പുറത്ത് പറയില്ല, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കോൾ രഹസ്യങ്ങൾ. താങ്ക് യു ജാസിം. സത്യം പറഞ്ഞാൽ എൻ്റെ ഇക്കാൻ്റെ ബോസ് അറബി എന്നെ പലതും ചെയ്തിട്ടുണ്ട് കുറേ തവണ കല്യാണത്തിന് മുമ്പ്. അത് നിൻ്റെ ഇക്കാക്കും അറിയാം. അത് അറിയുന്നത് കൊണ്ടാണ് കല്യാണത്തിന് ശേഷം എന്നെ കൊണ്ട് ജോലി അവിടുന്ന് റിസൈൻ ചെയ്യിപ്പിച്ചത്. അസ്മത്ത പറഞ്ഞത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി, ഒപ്പം ത്രില്ലായി. കാരണം അസ്മത്താനെ അറബി പണിത കാര്യം ഇക്കാക്ക് അറിഞ്ഞിട്ടും ഇക്ക ഇത്താനെ കെട്ടിയതോർത്ത് ഇത്ത എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്നിട്ടും ഇക്ക ഇത്താനെ കല്യാണം കഴിച്ചില്ലേ? അത് പിന്നെ ഓഫീസിലെ ബോംബായിരുന്നില്ലേ ഞാൻ. എൻ്റെ പുറകെ വരാത്ത ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നിൻ്റെ ഇക്കാക്ക് അന്ന് എന്നോട് ഒരു തരം ഭ്രാന്തായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അന്ന് ആരായിരുന്നിട്ടുണ്ടാവും? ചുമ്മാ അല്ല ഇക്കാക്ക് ഭ്രാന്തായത്. നീ കൊള്ളാലോ ജാസിം. അതൊന്നുമല്ല മോനെ, അതിലും കൂടുതൽ രഹസ്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് നിന്നോട് അതൊന്നും പറയാൻ പറ്റില്ല. നന്നായി ഓപ്പൺ ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. പറയൂ അസ്മത്ത, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? നമുക്കിടയിൽ മറിയൊന്നും വേണ്ട. നീ വേറെ ആരോടും പറയില്ല എന്ന് ഉറപ്പാണോ? എക്സൈറ്റഡായി. എന്തോ വലിയ രഹസ്യമുണ്ടെന്ന് ഉറപ്പായി. ഞാൻ പറഞ്ഞു, ഇത്താക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഞാൻ ഇത്താനെ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. അസ്മിത പതുക്കെ പറഞ്ഞു. നിൻ്റെ ഇക്കാൻ്റെ അറബി എന്നെ ഓഫീസിൽ വെച്ച് പറയുമ്പോൾ പുറത്ത് കാവൽ നിൽക്കാൻ നിൻ്റെ ഇക്കയായിരുന്നു. ആ ബന്ധം ഉപയോഗിച്ച് പുള്ളി കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒടുവിൽ എനിക്ക് വയറ്റിലായതിനു ശേഷമാണ് സത്യത്തിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തത്. ആരും അറിയാതെ അബോർഷൻ ചെയ്തതും. അത് കേട്ട് ഞെട്ടി. അപ്പോൾ ഈ ചരക്കിനെ കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയതാണല്ലേ ഈ സമ്പാദ്യമൊക്കെ? ഇക്ക ഇങ്ങനെ ഒരു വൃത്തികെട്ടവനായിരുന്നു? അങ്ങനെ ഒന്നും പറയില്ല ജാസിം. ഞാനും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സേഫായില്ലേ? അത് ശരിയാണ്. ഇത്തയും ഇക്കാക്കയും ഉള്ളത് കൊണ്ട് ഞങ്ങളിവിടെ ഹാപ്പിയായി ജീവിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിൻ്റെ കാര്യം കൂടി ഒന്ന് ശരിയാക്കണം. നിനക്ക് വയസ്സ് 28 നിനക്കും വേണ്ടി ഒരു പെണ്ണ്? ഞാൻ തലേണയിൽ അമർന്നു കിടക്കുന്ന ഇത്താൻ്റെ ഫ്രണ്ടുകൾ നോക്കി ചോദിച്ചു. പെണ്ണ് വേണം, പക്ഷേ എനിക്കും ഇത്താനെ പോലുള്ള ഒരു ലബനീസ് പെണ്ണിനെ ഒപ്പിച്ചു തരൂ. അവൾ ഉറക്കെ കുലുങ്ങി ചിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ടുകൾ നന്നായി കുലുങ്ങി മറിഞ്ഞു. നിനക്ക് ലബനീസ് പെണ്ണുങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായോ? പിന്നെ ഇത്താനെ മാത്രം കണ്ടാൽ പോരെ അവരുടെ സൗന്ദര്യം അളക്കാൻ? നീ കൊള്ളാലോ ആള്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഇത്ത? ലബനീസ് പെണ്ണിന് അങ്ങനെയൊന്നും കിട്ടില്ല. ഇത്ത ഒരു മറ്റേ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത്യാവശ്യം നല്ല സ്റ്റാമിനയും അതിലുപരി എല്ലാം വേണം. ഇത്ത പറഞ്ഞത് കേട്ട് മൂടായി. ഇത്ത പറഞ്ഞത് ശരിയായിരുന്നു എന്ന് എനിക്കും തോന്നി. കാരണം ഇത്താൻ്റെ തടിച്ചു പുറകിലേക്കുള്ള ബാക്ക് കണ്ടാൽ തന്നെ അറിയാം. നിനക്ക് ഭയങ്കര നിരീക്ഷണ കഴിവുണ്ടല്ലോ. ഇത്ത അനുകൂലിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ധൈര്യമായി. ഞാനൊരു സത്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത്താക്ക് ഇഷ്ടമായില്ലെങ്കിൽ സോറി. അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് നിനക്ക് എന്നോട് എന്തും സംസാരിക്കാം. ആ സമ്മതം കൂടി കിട്ടിയപ്പോൾ ഡബിൾ ധൈര്യം. താങ്ക് യു ഇത്ത.
അതൊക്കെ പോട്ടെ, നിനക്ക് ലബനീസ് പെണ്ണിനെ കല്യാണം കഴിക്കണോ? നടക്കോ? ഒരു കള്ളച്ചിരിയോടെ എന്നോട് പറഞ്ഞു. നീ ക്വാളിഫൈഡ് ആണെന്ന് തെളിയിച്ചാൽ ഞാൻ നിനക്കൊരു ഉഗ്രൻ ലബനീസ് പെണ്ണിനെ ശരിയാക്കി തരുന്നുണ്ട്. ക്വാളിഫൈഡോ? ഞാൻ എങ്ങനെ തെളിയിക്കും? ആദ്യം എനിക്ക് നിൻ്റെ എല്ലാം കാണിച്ചതാ. അത് നീ വിജയിച്ചാൽ നീ ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി. എൻ്റെ പൊന്നോ, ഇവൾ ശരിക്കും ഒരു സംഭവം തന്നെ. അസ്മത്ത പറയുന്നത്. യെസ്, നീ ഒന്ന് എനിക്ക് കാണിച്ചതാ, ഞാനൊന്ന് നോക്കട്ടെ. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുകളായി. പോരാത്തതിന് വീഡിയോ കോൾ വഴി സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് 2 ആഴ്ചകൾക്ക് ശേഷം അസ്മ എനിക്ക് കുവൈത്തിൽ വരാനുള്ള വിസിറ്റ് വിസ അയച്ചു തന്നു. ഒപ്പം ടിക്കറ്റും. ജീവിതത്തിലെ പുത്തൻ പ്രതീക്ഷകളും അസ്മയുമായുള്ള കൂടുതൽ അടുപ്പവും തേടി ഞാൻ അങ്ങനെ കുവൈത്തിലേക്ക് വന്നു. എയർപോർട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി ഡോറ് തുറന്ന് അസ്മത്താനെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. വീഡിയോ കോളിൽ കണ്ടത് അസ്മത്താൻ്റെ ചെറിയ ഒരു അവതാരമായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. യഥാർത്ഥ രൂപം ഏതൊരു പുരുഷനെയും നിന്ന നിൽപ്പിൽ അമ്പരപ്പിക്കുന്നതായിരുന്നു. അസ്മത്താനെ പോലെ ഒരു കിടിലൻ സംഭവം ഉരുപ്പടി അടുത്ത് അനിയനായിരുന്നു എങ്കിലും ഒരു യങ് പയ്യനെ നിർത്താൻ ഇക്കാക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അസ്മയുടെ സ്വഭാവം നന്നായി അറിയുന്ന ഇക്കാക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് താമസിക്കാൻ വേറെ സ്ഥലം കണ്ടുപിടിക്കാമെന്ന് ഇക്ക പറഞ്ഞെങ്കിലും അസ്മത്ത ഒരേ വാശിയിൽ നിന്നു. മോനെ പോലെയാണ് ഞാനെന്നും അവനെ ഒറ്റയ്ക്ക് വേറെ എവിടെയും നിർത്തില്ല എന്നുമൊക്കെ പറഞ്ഞ് എൻ്റെ താമസം അസ്മത്ത അവിടെ തന്നെ ഉറപ്പിച്ചു. മോനെ പോലെയാണെന്നൊക്കെ അസ്മത്ത ഇക്കാനോട് തട്ടിവിടുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഫോണിലൂടെ പോലും എനിക്ക് എല്ലാം കാണിച്ചു തന്ന് എന്നെ സുഖിപ്പിച്ച ഇത്താൻ്റെ മുഖമായിരുന്നു. ഞാൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ എനിക്ക് തന്ന മുറിയിലേക്ക് എൻ്റെ ബാഗും മറ്റുമായി ഞാൻ കയറിപ്പോയി. പിന്നെ അവിടെ നടന്നതൊക്കെ സംഭവ വികാസങ്ങളായിരുന്നു. ഇക്ക ഓഫീസിൽ പോയാൽ പിന്നെ എൻ്റെയും ഇത്തയുടെയും കലാപരിപാടികളായിരുന്നു. അങ്ങനെ അത് തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.